ഈ വിളി ശിർക്കാണ് എന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞേ നമ്മൾ കണ്ടിട്ടില്ല. ഏത് വിളി? ഇതിലെല്ലാ വീക്ഷണങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലെല്ലാ വീക്ഷണങ്ങളും ഉണ്ട്. വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞതുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്ത് സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തെടുക്കുക, അതൊന്ന് ഓതി നോക്കുക. അതിലുള്ളത് ജിന്നിനോടുള്ള സഹായവേട്ടമാണ്. ജിന്നിനോടാണ് കാവൽ തേടുന്നത്. അത് ശിർക്കാണ് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മുഫസ്സിർ ഉണ്ടെങ്കിൽ ആ ജിന്നിനോടുള്ള സഹായവേട്ടം അത് ശിർക്കല്ല. ജിന്നിനോട് നടത്തിയ ഇസ്തിആനത്ത്, ജിന്നിനോട് നടത്തിയ ഇസ്തിആദത്ത്, ജിന്നെ രക്ഷിക്കണേ എന്നീ ആളുകൾ പറഞ്ഞത്, ജിന്നെ കാക്കണേ എന്നിവർ പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ്, ഹാജറുള്ള ജിന്നുകളോടാണ്, കേട്ട ജിന്നുകളോടാണ്. അതുകൊണ്ട് തന്നെ അത് വസീലത്തു ശിർക്കാണ്, അത് ഹറാമാണ് എന്ന് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നവിടെ പോലീസുകാരുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബിക് കോളേജിൽ കൊണ്ടുവന്നുതരും. ഞാൻ പറയുന്നു, കേരളത്തിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പിറ്റേ ദിവസം അതിന്റെ 1-ാമത്തെ പേജിൽ വിസ്ഡം വാദിക ജിന്നുവാദികൾക്കെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഞാൻ നടത്തിയ പരാമർശങ്ങൾക്ക് പരസ്യമായി മാപ്പ് ചോദിക്കുന്നുവെന്നും ഇനി മുതൽ ഇതുപോലെ പൊതുവേദികളിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല എന്നും പരസ്യം നൽകാൻ ഞാൻ തയ്യാറാണ്. ധൈര്യമുണ്ടോ? അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നവിടെ പോലീസുകാരുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബിക് കോളേജിൽ കൊണ്ടുവന്നുതരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല.